PMC പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഒളിയമ്പുമായി കെ.സി. വേണുഗോപാൽ. പദ്ധതി നടപ്പിലാക്കിയാൽ ആയിരക്കണക്കിന് കോടി രൂപ കിട്ടുമെന്നത് വ്യാമോഹമാണ്. കേരളത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഹൈജാക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്നും കെ.സി. വേണുഗോപാൽ ദില്ലിയിൽ പറഞ്ഞു. പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ ഇനിയും അവസരമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പ്രതികരിച്ചു. LDF സർക്കാരിനെ ചൂണ്ടിയാണ് കെ.സി. വേണുഗോപാലിന്റെ വിമർശനം. എന്നാൽ പ്രതികരണത്തിലെ സന്ദേശം കൃത്യം. PM-ശ്രീ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ കോടികൾ നഷ്ടമാകും എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശനും വിദ്യാഭ്യാസ മന്ത്രിയും ആവർത്തിച്ച് വിശദീകരിക്കുന്നത്. ആയിരക്കണക്കിന് കോടി നഷ്ടപ്പെടുമെന്ന് പർവ്വതീകരിച്ചു പറയുകയാണെന്ന് കെ.സിയുടെ പരോക്ഷ വിമർശനം. മധ്യപ്രദേശ്, കർണാടക സംസ്ഥാനങ്ങളുടെ ഉദാഹരണവും കെ.സി എടുത്തുകാട്ടി. മധ്യപ്രദേശിൽ പോലും കിട്ടിയത് കഴിഞ്ഞ 5 കൊല്ലം കൂടി കൂട്ടിയത് എത്ര അറിയോ? 700 കോടിയുടെ അടുത്ത്. കർണാടകം നമ്മൾ ഭരിക്കുന്ന സ്റ്റേറ്റാണ്. അവിടെ ചോദിച്ചപ്പോൾ 3 കൊല്ലം കൊണ്ട് കിട്ടിയത് 238 കോടി. വിവാദ പദ്ധതിയിൽ സർക്കാരിനെതിരെ വിമർശനം തുടരുന്നു LDF. PM-3 പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയുമെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പിണറായി. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ വ്യക്തമാക്കിയല്ലോ, നേരത്തെ വ്യക്തമാണ് എല്ലാവർക്കും. എന്നാലും ഇവർക്ക് മുഖത്തടിയേൽക്കും വിധമാണല്ലോ അബ്ദുൽ വഹാബിന്റെയും JB മേത്തറുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. PM-ശ്രീ പദ്ധതിക്കൊപ്പം കേരളത്തിൽ കത്തുന്ന ഹെലികോപ്റ്റർ വിവാദത്തിൽ കെ.സിയുടെ പ്രതികരണം ഇങ്ങനെ. അതിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ഈ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട അല്ലല്ല, ദൈവമായിട്ട് ഞാനിപ്പോൾ ദേശീയ വിഷയങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തുകയാണ്. അപ്പോൾ അതൊക്കെ ഈ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. റിപ്പോർട്ടർ, ദില്ലി.